മിദിയാൻകാരുടെ കരം ആരുടെ മേലാണ് ശക്തിപ്പെട്ടത്? ഇസ്രായേലിൻ്റെ മേൽ. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ 6-ാം അധ്യായം അനുസരിച്ച് ദാസ്യഭവനവുമായി വിശേഷിക്കപ്പെടുന്നത് ഈജിപ്ത്. മനശ്ശെ, ആശേർ, സെബൂലൂൻ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലുള്ളവർ എത്തിച്ചേർന്ന ശേഷം ഗിദെയോൻ സംസാരിച്ചത് ആരോടാണ്? ദൈവത്തോട്. ഗിദെയോൻ്റെ പിതാവ് യോവാഷ് നിർമ്മിച്ചതായി കർത്താവ് സൂചിപ്പിക്കുന്നത് ബാലിൻ്റെ യാഗപീഠം. അബിയേസർ വംശം ഏത് ഗോത്രത്തിൻ്റെ ഭാഗമാണ്? മനശ്ശെ. ഗിദെയോനും സംഘവും അതിരാവിലെ പാളയമടിച്ചത് ഏത് നീരുറവയ്ക്ക് സമീപമാണ്? ഹാരോദ്. ഓറബിനെ എവിടെ വെച്ച് കൊന്നുകളഞ്ഞു? ഓറേബ് ശീല. ഗിദെയോൻ തൻ്റെ 300 പേരെ എത്ര ഗണങ്ങളായി തിരിച്ചു? 3. ഗിദെയോൻ അവരെ പരിശോധിച്ചു. എത്ര പേർ ശേഷിച്ചു? 10,000. കയ്യിൽ കോരി വായടുപ്പിച്ച് നക്കിക്കുടിച്ചവർ എത്ര പേർ? 300. മിദിയാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും ആരുടെ കൈകളിലാണ് ദൈവം ഏൽപ്പിച്ചത്? എഫ്രായിംകാരുടെ. സേബയെയും സൽമുന്നയെയും പിടിച്ചതിനു ശേഷം ഗിദെയോൻ പടക്കളത്തിൽ നിന്ന് ഏത് വഴിയാണ് മടങ്ങിയത്? ഹെറേസ് വഴി. ഗിദെയോന് ലഭിച്ച പൊൻകുണ്ഡലങ്ങളുടെ തൂക്കം 1700 ശേക്കെൽ. ന്യായാധിപന്മാർ 8:27 അനുസരിച്ച് ഇസ്രായേലിന് കീഴടങ്ങിയത് ആര്? മിദിയാൻ. മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ഗിദെയോൻ. ആരാണ് നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞത്? അബിമേലെക്ക്. ജെറുബ്ബാലിൻ്റെ പുത്രൻ്റെ കിങ്കരൻ സെബൂൽ. ശെകുനക്കാരുടെ ഓക്ക് മരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ആരാണ്? ഒരു കൂട്ടം ആളുകൾ. ശെഖേം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ആരാണ് അവരെ ശിക്ഷിച്ചത്? ദൈവം. ഏബദിൻ്റെ പുത്രൻ്റെ പേര്? ഗാൽ. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര്? തോല. ഏത് ഗോത്രജനമായിരുന്നു തോല? ഇസ്സാഖാർ. ഇസ്രായേലിൻ്റെ ഇന്ത് കണ്ട് കർത്താവ് രോഷാകുലനായി എന്ന് ന്യായാധിപന്മാർ 10:14 പറയുന്നു. കഷ്ടത. അമ്മോന്യർ ജോർദാൻ കടന്ന് ഏത് ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു? യൂദാ, ബെഞ്ചമിൻ, എഫ്രായിം. ജായീറിന് എത്ര പുത്രന്മാർ? 30.